എല്ലാവർക്കും നമസ്കാരം. മഹരജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മുരുകപ്പെരുമാണിൻ അഞ്ചാം പടை വീടാണ്. തിരുത്തണിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ തിരുത്തണി മലയ്ക്ക് ഇന്നൊരു പേരും കൂടിയുണ്ട്. തണികൈ മല എന്ന് പറഞ്ഞ ഒരു പേരുണ്ട്. ഭക്തർകളിൻ ദുരിതങ്ങൾ, വിഷമങ്ങൾ, കഷ്ടങ്ങൾ എല്ലാവற்றையும் തണിത്ത് തരും മലയാണ് തണികൈ മല. മുരുകപ്പെരുമാണിൻ അഴകാன പടை വീട്ടിൽ ഇത് അഞ്ചാவது പടை വീടാണ് ഈ തിരുത്തണി തണികൈ മല. മുരുകപ്പെരുമാൻ എഴുന്തരുളി വല്ലിയെ കല്യാണം കഴിച്ച സ്ഥലമാണ് ഈ തിരുത്തണി മല. കുൻറിയിരിക്കുമിടമെല്ലാം കുമരനിരിക്കുമിടം എന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ മലയിരിക്കുന്ന സ്ഥലം എല്ലാത്തിലും മുരുകപ്പെരുമാൻ്റെ വാസസ്ഥലമാണ് ഇരിക്കുന്നത്. ഈ തിരുത്തണി മലയ്ക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് അറിയാവോ? മറ്റ് 6 പടை വീടുകളെ കാട്ടിലും ഈ 5ആം പടை വീടാണ്. തിരുത്തണി മലയെ ചുറ്റിലും ഒത്തിരി മരങ്ങളും ആറുകളും ഒത്തിരി തീർത്ഥങ്ങളും ഉണ്ട്. അതും ഓരോരോ തീർത്ഥത്തിനും ഓരോരോ ദൈവത്തിൻ്റെ പേരുണ്ട്. അതിന് ഓരോരോ കഥകളുമുണ്ട്. അതും എന്താണെന്ന് നമുക്കിപ്പോൾ കാണാം. മഹാവിഷ്ണു തൻ്റെ ശംഖചക്രം തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് മുരുകപ്പെരുമാനെ പ്രാർത്ഥിച്ച് വേണ്ടി തിരിച്ചു കിട്ടിയ സ്ഥലമാണ് ഈ തിരുത്തണി മല. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു തീർത്ഥത്തിൻ്റെ പേര് വിഷ്ണു തീർത്ഥം എന്ന പേര് ഉള്ളതായിട്ട് ഒരു ഐതിഹ്യമുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മാവും മുരുകപ്പെരുമാനെ വഴിപാട് ചെയ്ത് പിന്നെയും അവർക്ക് പടയ്പ്പ് തൊഴിൽ തിരിച്ചു കിട്ടിയതായിട്ട് ഒരു ഐതിഹ്യമുണ്ട്. അതേപോലെ തന്നെ സരസ്വതി ദേവിയും മുരുകപ്പെരുമാനെ വഴിപാട് ചെയ്ത് അവർ എല്ലാ നല്ലണങ്ങളെയും പെറ്റതായിട്ടും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ മല കയറി ചെല്ലുമ്പോൾ പകുതി വഴി ചെല്ലുമ്പോൾ മഴപ്പടിയുടെ അടുത്ത് ഒരു വടക്ക് ഭാഗത്തിൽ ബ്രഹ്മദേവൻ ഉണ്ടാക്കിയ തീർത്ഥമുണ്ട്. ആ തീർത്ഥത്തിന് ബ്രഹ്മദേവ തീർത്ഥം എന്നും പേരുണ്ട്. പിന്നെ ഇതിന് ബ്രഹ്മസുണി എന്നും കൂടി എല്ലാവരും വിളിക്കുന്നുണ്ട്. സൂരപത്മന്റെ യുദ്ധകാലത്തിൽ ദേവലോകത്തിലിരുന്ന് സൂരപത്മൻ എന്ത് ചെയ്യും? ശംഖനിധി, പതുമനിധി, കാമധേനു, ചിന്താമണി, കற்பകവൃക്ഷം പോன்ற എല്ലാ ഐശ്വര്യങ്ങളെയും മോഷ്ടിച്ചു കൊണ്ടുപോകും. അപ്പം ഈ എല്ലാ ഐശ്വര്യങ്ങളും തിരിച്ചു കിട്ടാൻ വേണ്ടി ദേവേന്ദ്രൻ എന്ത് ചെയ്യും? ഈ തണികൈ മലയുടെ തെക്ക് ഭാഗത്ത് ഒരു തീർത്ഥമുണ്ട്. ആ തീർത്ഥത്തിൽ നീലോത്ബല ചെടിയെ നട്ട് വളർത്തി അതിൽ വളരുന്ന പൂവെടുത്ത് രാവിലെയും വൈകിട്ടും രാത്രിയുമായിട്ട് 3 നേരം ആ പൂ കൊണ്ട് മുരുകപ്പെരുമാനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്ത സ്ഥലമാണ്. അതുകൊണ്ട് ഇന്ദ്രഭഗവാനക്ക് എല്ലാ സെൽവങ്ങളും തിരിച്ചു കിട്ടി, എല്ലാ ഐശ്വര്യങ്ങളും തിരിച്ചു കിട്ടിയ സ്ഥലം. അതുകൊണ്ട് അവിടുത്തെ ആ തീർത്ഥത്തിന് ഇന്ദ്രതീർത്ഥം എന്നൊരു പേരുണ്ട്. അതേപോലെ ഈ ഇന്ദ്രതീർത്ഥത്തിന് കൽഹാരി തീർത്ഥം എന്നും കൂടിയ ഒരു പേരുണ്ട്. ഈ തീർത്ഥത്തിലിരുന്നാണ് സ്വാമിക്ക് ആവശ്യമുള്ള അഭിഷേകത്തിക്കുള്ള വെള്ളം, മടപ്പള്ളിക്ക് ആവശ്യമുള്ള വെള്ളം, പിന്നെ പൂജയ്ക്ക് ആവശ്യമുള്ള എല്ലാ വെള്ളത്തെയും ഈ ഇന്ദ്രതീർത്ഥം അതായത് കൽഹാരി തീർത്ഥത്തിൽ ഇരുന്നാണ് ഈ എല്ലാ ആവശ്യത്തിനും വേണ്ടി വെള്ളം എടുക്കുന്നത്. സൂരസംഹാരത്തിന് ശേഷം ഇന്ദ്രഭഗവാൻ തൻ്റെ വളർപ്പ് മകളായ ദേവയാനിയെ മുരുകപ്പെരുമാനക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. അതിനുശേഷം മുരുകപ്പെരുമാൻ ഈ തണികൈ മലയ്ക്ക് വന്ന് ഇരുന്ന് വല്ലിയെ വിനായക പെരുമാനോട് സഹായത്തോട് കല്യാണം കഴിക്കും. അതുകൊണ്ട് കല്യാണമാവാത്തവർ, കല്യാണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർ ഈ 5ആം പടை വീടാണ് തിരുത്തണിയിൽ വന്ന് മുരുകപ്പെരുമാനെ വഴിപാട് ചെയ്യുവാണെങ്കിൽ അവർക്ക് വേഗത്തിൽ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞ് ഒരു ഐതിഹ്യമുണ്ട്. ഇവിടെ മുരുകപ്പെരുമാനക്കും വല്ലിക്കും ദേവയാനിക്കും ഇവിടെ തനിയായിട്ട് സന്നിധികൾ ഉണ്ട്. അങ്ങനെ തനിയായി ഇരുന്നാണ് ഇവർ ഭക്തർക്ക് കാഴ്ച തരുന്നത്. നമ്മൾ മുരുകപ്പെരുമാനെ ദർശിക്കാൻ വേണ്ടി തണികൈ മലയ്ക്ക് ചെല്ലണമെങ്കിൽ നമുക്ക് പടികൾ വഴിയാവും ചെല്ലാം, അല്ലെങ്കിൽ നമ്മളുടെ വാഹനം മൂല്യമായിട്ട് നമുക്ക് പോവാം. പിന്നെ ഇവിടെ പടി പൂജ ഭയങ്കര വിശേഷമാണ് ഇവിടെ തിരുത്തണിയിൽ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ 365 സ്റ്റെപ്സ് ഉണ്ട്, പടികളുണ്ട്. നമ്മളുടെ ഓരോരോ ഇംഗ്ലീഷ് വർഷപ്പിറപ്പുണ്ടല്ലോ, ന്യൂ ഇയർ, ആ സമയം ആ ഒരു അന്നത്തെ ദിവസം 365 പടിക്കും ഓരോരോ പടിക്കും ഒരു തിരുപ്പുകൾ വെച്ച് 365 തിരുപ്പുകൾ പാടി അവർ പൂജ ചെയ്യുന്ന വിശേഷമുണ്ട്. അതേപോലെ ഈ തിരുത്തണി മുരുകൻ വന്ന് പല പേർക്ക്, ഒത്തിരി പേർക്ക് കുലദൈവവുമായിട്ട് ഇരിക്കുന്നു. പിന്നെ എല്ലാ അമ്പലങ്ങളിലും എല്ലാ പടை വീട്ടുകളിലും ഇരിക്കുന്നത് കാട്ടിലും ഈ തിരുത്തണിയിലുള്ള മുരുകപ്പെരുമാനക്ക് കാവടി എടുക്കുന്നത് ഒരു വിശേഷമുണ്ട്. വേറെ ഒരു മാതിരിയാണ് കാവടി എടുക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഒരു മൂங்கிൽ കമ്പ് എടുത്തിട്ട്, അതായത് ബാമ്പുൻ്റെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ 2 സൈഡും ഒരു സഞ്ചി ഇട്ട് ആ സഞ്ചിയിലും പൂവൊക്കെ ചുറ്റി അങ്ങനെയാണ് ഈ തിരുത്തണി മലയിൽ അവർ കാവടി എടുക്കുന്നത്. ഈ കാവടി എടുക്കുമ്പോൾ അവർ ഹരോഹര വിളിച്ചിട്ടാണ് കാവടി എടുത്ത് വരുന്നത്.
അതേപോലെ കർക്കിടക മാസം കൃത്തിക നക്ഷത്രം ഇവിടെ ഭയങ്കര വിശേഷമാണ്. അവിടെ ലക്ഷക്കണക്കിലുള്ള ഭക്തர்கள் കൂടി അവിടെ മലർക്കാവടി എടുക്കും. ആ മലർക്കാവടി എടുക്കുമ്പോഴും അവിടെ അരോഹര വിളിച്ചുകൊണ്ടാണ് അവിടെ കാവടി എടുക്കുന്നത്. അതേപോലെ ഇവിടെ വിനായകർക്ക് ഒരു സന്ധിയുണ്ട്. അവിടുത്തെ വിനായകരുടെ പേര് എന്തെന്ന് വെച്ചാൽ ആപത് സഹായ വിനായകർ. അതുകൊണ്ട് അവിടെ നമ്മൾ എത്ര ആപത്തിൽ നമ്മൾ അവിടെ പോയാലും ആ വിനായകർ നമ്മളുടെ ആപത്തുകളെ നീക്കി നമുക്ക് സഹായിക്കും എന്നാണ് അതിൻ്റെ ഐതിഹ്യം. അതേപോലെ നമ്മളുടെ ശൈവ സിദ്ധാന്തപടി പതി, പശു, പാസം എന്ന് പറയുന്ന ഈ 3 സ്റ്റേജിക്കും കൂടി ഗുരുവായിട്ട് ഇരിക്കുന്നവർ നന്ദിദേവരാണ്. ഈ നന്ദിദേവർ മുരുകപ്പെരുമാനെ വഴിപാട് ചെയ്ത് മുരുകപ്പെരുമാനെടുത്ത് ഉപദേശപ്പെട്ട സ്ഥലമാണ് ഈ തിരുത്തണിമലൈ. അതുകൊണ്ട് ഈ നന്ദി ഭഗവാൻ ആ നന്ദി കാണിക്കാൻ വേണ്ടി ശിവതത്വ അമൃതം എന്ന് പറയുന്ന ഒരു നദിയെ ഇവിടെ ഭൂമിക്ക് വരവെച്ച് അവിടെ തിരുത്തണിക്ക് വരവെച്ച് ആ നദി അവിടെ നന്ദി ആറ് എന്ന് പേര് കൊണ്ട് വിളിക്കുന്നുണ്ട്. അതേപോലെ നന്ദി ഭഗവാൻ മുരുകപ്പെരുമാനോട് അരുളെ പെരാൻ വേണ്ടി അവിടെ ഒരു ഗുഹയിൽ ദവം ചെയ്യുമായിരുന്നു. ആ തപസ് ചെയ്ത ആ ഗുഹയുടെ പേര് നന്ദി ഗുഹ എന്ന് പറഞ്ഞ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. ലോകത്തിലുള്ള എല്ലാ മൃഗക്ഷേത്രത്തിലും സൂരസംഹാരം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ തിരുത്തണിയിൽ സൂരസംഹാരം ഇല്ല. കാരണം എന്തെന്ന് വെച്ചാൽ മുരുകപ്പെരുമാൻ അവരുടെ ദേശം എല്ലാം മാറി ഈ തിരുത്തണിയിൽ അമർന്ന് വലിയ കല്യാണം കഴിച്ച ദിവസമാണ് അന്ന്. അതുകൊണ്ട് അവിടെ വല്ലി തിരുമണം എന്ന് പറയുന്ന ആ ഒരു തിരുവിഴാവാണ് ഭയങ്കര വിശേഷം. അതുകൊണ്ട് തിരുത്തണിയിൽ സൂരസംഹാരം ഇല്ല. അതുപോലെ ഈ തിരുത്തണിയിൽ ഇരിക്കக்கூடிய മുരുകപ്പെരുമാനുക്ക് അരുണഗിരിനാഥ സ്വാമികൾ ഒത്തിരി തിരുപ്പുകൾ പാടി അവരെ പുകഴ്ത്തിയിട്ടുണ്ട്. തിരുത്തണിയിൽ വല്ലി ഇച്ഛാശക്തിയായിട്ടും ദേവയാണി ക്രിയാശക്തിയായിട്ടും മുരുകപ്പെരുമാന്റെ കയ്യിലിരിക്കുന്ന വേല് ജ്ഞാനശക്തിയായിട്ടുമാണ് അവിടെ നമുക്ക് കാഴ്ച തരുന്നത്. അതേപോലെ ഇന്നൊരു കഥയുമുണ്ട്. തിരുപ്പാർക്കടലിലെ പാൽ കടയുമ്പോൾ കൈറായി മാറി പാൽ കടഞ്ഞ വാസുകിയുടെ ദേഹം മൊത്തം തഴുമ്പായിട്ട് പുണ്ണായിരിക്കും. ആ തഴുമ്പ് പുണ്ണു മാറ്റാൻ വേണ്ടി ആ വാസുകി എന്ത് ചെയ്യും? ഇവിടെ തനിഹിമലയിലുള്ള തിരുത്തണി മലയിലുള്ള തീർത്ഥത്തിൽ കുളിച്ച് അതിൻ്റെ മുരുകപ്പെരുമാനെ വഴിപാട് ചെയ്ത് അതിൻ്റെ തഴുമ്പ് പുണ്ണു മാറി കിട്ടി. അതുകൊണ്ട് അവിടെ വാസുകി കുളിച്ച ആ തീർത്ഥത്തിൻ്റെ പേര് ആദിശേഷ തീർത്ഥം എന്നൊരു പേരുമുണ്ട്. ഈ തീർത്ഥം എവിടെ ഇരിക്കുന്നു വെച്ചാൽ വിഷ്ണു തീർത്ഥത്തിൻ്റെ മേற்கு പക്കമും മലൈപ്പാതയ്ക്കോട് തെക്ക് ഭാഗത്തുമാണ് ഈ ആദിശേഷ തീർത്ഥം ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ തിരുത്തണി മലയിൽ ഏത് അസുഖമുള്ളവർ വന്നാലും അവരുടെ അസുഖം മാറി കിട്ടും. പിന്നെ ബുദ്ധി വേണമെന്ന് പറഞ്ഞ് കേൾക്കുന്നവർക്ക് ബുദ്ധി കിട്ടും. അതായത് നമ്മുടെ പിള്ളേർ ചിലവർ പഠിപ്പിൽ പുറകോട്ടിരിക്കുന്നവർ ഈ തിരുത്തണിയിൽ വഴിപാട് ചെയ്യുവാണെങ്കിൽ ആ പിള്ളേർക്ക് നല്ല ബുദ്ധി കിട്ടും. പിന്നെ അതുമാത്രമല്ല ഐശ്വര്യം വേണമെന്ന് പറയുന്നവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും കിട്ടും. കല്യാണം നടക്കാത്തവർക്ക് വേഗത്തിൽ കല്യാണം നടക്കും. അതുപോലെ നമ്മളുടെ തലമുറയായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള എല്ലാ ശാപങ്ങൾക്കും വിമോചനം കിട്ടുന്ന സ്ഥലമാണ് ഈ തിരുത്തണിമല. അതുപോലെ നമുക്ക് ഏതെങ്കിലും നമ്മളുടെ വലിയ വിലയുള്ള സാധനങ്ങൾ കാണാതെ പോയിരിക്കുവാണെങ്കിൽ ഈ തിരുത്തണിയിൽ നമ്മൾ വഴിപാട് നടത്തുവാണെങ്കിൽ ആ സാധനം നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ പിന്നെ ആർക്കെങ്കിലും കൊടുത്ത പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ആ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയും നമുക്ക് വഴിപാട് നടത്താം. ഇങ്ങനെ പല വിശേഷങ്ങളുള്ളതാണ് ഈ തിരുത്തണിമല. അതേപോലെ സപ്തഋഷി വസിഷ്ഠർ മുതലാണ് 7 മുനിമാരും മുരുകപ്പെരുമാനെ ഇവിടെ വഴിപാട് ചെയ്ത് പൂജിച്ച സ്ഥലമാണ് ഈ തിരുത്തണിമല. അതുകൊണ്ട് ഭയങ്കര വിശേഷമാണ്. എല്ലാ ദേവന്മാരും വഴിപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സപ്തഋഷികളും വഴിപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സപ്ത കന്യമാர்களுം അവിടെ ഉണ്ട്. അവിടെ സപ്ത സുനികളും സപ്ത കന്യമാர்களுടെ വഴിപാടും അവിടെ ഭയങ്കര പ്രസിദ്ധി പെറ്റതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും കല്യാണം വരാൻ വേണ്ടി ഇരിക്കുവാണെങ്കിൽ അവിടെ പോയിട്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് കല്യാണം നടന്നു കിട്ടും. അരുണഗിരിനാഥ സ്വാമി ഈ തിരുത്തണി മലയെ കൈലാസമലയ്ക്ക് ഈക്വലായിട്ടാണ് ഇവിടെ പാടിയുള്ളത്. ആ പാട്ട് പാടി പുകഴ്ത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും നമ്മൾ തിരുത്തണി മലയ്ക്ക് പോയിട്ട് വഴിപാട് ചെയ്യുവാണെങ്കിൽ നമ്മൾ വേണ്ടുന്ന ഈ ഇഹലോകത്തേക്ക് ആവശ്യമുള്ള പൊരുൾക്കളും സെൽവങ്ങളും ഐശ്വര്യങ്ങളും സകല ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടും എന്നാണ് ഇതിൻ്റെ കഥയുടെ ഐതിഹ്യം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും തിരുത്തണിക്ക് പോയിട്ട് മുരുകപ്പെരുമാനെ വഴിപാട് ചെയ്യാം. ഇതുപോലെ നല്ല വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.